സീറോ മലബാർ സഭാ കോടതി കൂടുതൽ അധികാരങ്ങളോടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സഭയുടെ ഏകീകൃത ബലി അർപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെയും അൽമായരെയും ഇതിന് സഹായങ്ങൾ നൽകി കോടതിയെ സഹായിക്കണം. ഇപ്പോൾ സഭയുടെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് വിമതരെ സഹായിച്ച് അതുവഴി സഭയെ നാണം കെടുത്തിയ വിശുദ്ധ കുർബാനയെ അവഹേളിച്ച നടപടികൾ ഇനി തുടർന്നാൽ മേജർ ആയാലും മൈനർ ആയാലും വികാരി ആയാലും എടുത്തു പുറത്തു കളയുക തന്നെ വേണം. അതിനുള്ള സ്വാതന്ത്ര്യം സഭാ കോടതിക്കുണ്ട്. ഇനിമേൽ സഭയെ തളർത്താൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വവും എറണാകുളം അതിരൂപതയ്ക്ക് ആവശ്യമേ ഇല്ല. അന്തസ്സും അഭിമാനവും ക്രൈസ്തവ വിശ്വാസവും ഉള്ളവരെ മാത്രം അതിരൂപത ഭരണ ചുമതല ഏൽപ്പിക്കുകയും വേണം. എന്തുകൊണ്ടാണ് എറണാകുളം അതിരൂപതയ്ക്ക് ഒരു മെത്രാപ്പൊലിത്തയെ നൽകാൻ വൈകുന്നു എന്നുള്ളത് ചിന്തിക്കുക തന്നെ വേണം. സമുദായ ശാക്തീകരണം എറണാകുളം അതിരൂപതയിൽ നടക്കേണ്ടത് തന്നെയല്ലേ? സുവിശേഷ പ്രഖ്യാപനവും പ്രഘോഷണവും തുടരേണ്ടത് തന്നെയല്ലേ? വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സഭാ നേതൃത്വം സ്വയം മാറി നിൽക്കുകയാണ് വേണ്ടത്. അതാണ് വിശ്വാസികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്നും പറയാൻ സാധിക്കും. സഭാപ്രവാഹത്തെ തടയരുത്. നിങ്ങൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളെ നിഷ്കാസനം ചെയ്യും. ഒരു സംശയവും വേണ്ട. സമവായമല്ല വേണ്ടത്, കൃത്യമായ നിലപാടും ഏകീകൃത കുർബാനയുമാണ് വേണ്ടത്. എത്ര നാളായി നിങ്ങൾ സമവായം വെച്ച് നീട്ടിക്കൊണ്ടേ പോകുന്നു? നിങ്ങൾ തിന്മയെ ഉപേക്ഷിക്കുക, നന്മയെ മുറുകെ പിടിക്കുക. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തെ മൂടിവെക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത ബിഷപ്പുമാർ സ്വന്തം ഇഷ്ടം പോലെ സഭയെ കൊണ്ടുപോയാലും അത് തിരിച്ച് കർത്താവ് ശരിയായ വഴിയിൽ എത്തിക്കുക തന്നെ ചെയ്യും. രക്ഷ വരുന്നത് ബുദ്ധിയിലൂടെയല്ല, കർത്താവിന്റെ പരിപാലനയിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ചെങ്കടൽ രണ്ടായി പിളർന്ന് പാത ഉണ്ടാക്കി നിയമിച്ചവന് അസാധ്യമായ ഒന്നും തന്നെയില്ല. ഒരു പ്രശ്നവും ഇല്ലാത്ത സുഗമമായ ഒന്നല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് പ്രതിസന്ധികൾ നിറഞ്ഞത് തന്നെയാണ്. എന്നാൽ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാൻ കഴിവുള്ള ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. തിരുവചനം പഠിക്കുക. പ്രതിസന്ധികളിൽ വഴി തുറക്കാനുള്ള താക്കോൽ തിരുവചനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്.